ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ലഞ്ച് വ്ളോഗുമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗീ റൈസാണ് വയ്ക്കുന്നത്. അപ്പോൾ അരിയൊക്കെ അളന്നെടുത്ത് വെള്ളം കറക്റ്റ് എടുക്കുകയാണ് ചെയ്തിട്ട് കേട്ടോ. എന്നിട്ട് ഉപ്പും സ്പൈസസൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കുക. അതുപോലെ തന്നെ വേറൊരു പാനിലേക്ക് ഓയിലും നെയ്യും കൂടെ ചേർത്ത് ഒഴിച്ചെടുത്ത് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കശുവണ്ടി ഇട്ട് വറുത്തെടുക്കുക. പിന്നെ അതുപോലെ കിസ്മിസും കൂടെ വറുത്ത് കോരുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. കാരണം കുറച്ച് അരിഞ്ഞിട്ടുള്ള ഉള്ളിയും കൂടെ വറുത്ത് കോരുക. പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റും വറുത്ത് കോരണം. അരിക്ക് പാകത്തിന് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് അരിക്കാണെങ്കിൽ 2 കപ്പ് വെള്ളം. ആ ഒരു കണക്കിൽ അത് കുറച്ച് കുറക്കുകയാണെങ്കിൽ അത്രയും നന്ന് കേട്ടോ. അങ്ങനെയാണ് ഞാൻ തെർമൽ കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് കറിവേപ്പിലയും കൂടെ ജസ്റ്റ് ഒന്ന് വറുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വെള്ളത്തിലേക്ക് ഇടുകയും ചെയ്യുന്നത് കേട്ടോ. വറുത്ത കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇടുന്നില്ല. ഈ ഓയിലും നെയ്യും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അരിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഇതിൽ ഒരു 2-3 തവണ നന്നായിട്ട് കഴുകിയെടുക്കാം. എന്നതിന് ശേഷം ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അരി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് മേൽവെള്ളം വറ്റി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് 20 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. സംഭവം സെറ്റായിക്കോളും. ഇനി നമുക്ക് അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇതിലേക്ക് വേണ്ടി നല്ലൊരു കറി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നല്ലൊരു പരപ്പുള്ളൊരു മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എടുത്തിട്ട് ഉലുവ പൊട്ടിക്കുക. എന്നിട്ട് ഉള്ളിയും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നാൽ പിന്നെ അതിലേക്ക് ഒരു 2 പച്ചമുളക് കീറിയതും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം തക്കാളിയും കൂടെ ഒരു 2 മീഡിയം സൈസ് തക്കാളി ചേർത്തതിന് ശേഷം മസാലപ്പൊടികൾ ചേർക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടി പെരിഞ്ചീരകം ഇത് മാത്രമാണ് ചേർത്തത് കേട്ടോ. എക്സ്ട്രാ പാക്കറ്റ് പൊടികളിലൊന്നും ചേർത്തിട്ടില്ല. ചിക്കൻ മസാല ആയിട്ട് ചേർത്തില്ല. ഇത് തന്നെയാണ് ചിക്കൻ മസാല. എന്നതിന് ശേഷം ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നമ്മൾ കുക്കറിലല്ലാത്തതുകൊണ്ട് തന്നെ ചിക്കൻ്റെ മേലെ തന്നെ വെള്ളം നിന്നോട്ടെ. ആ ഒരു രീതിയിൽ വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഉപ്പിൻ്റെ പോരായി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു 25-30 മിനിറ്റിനകം നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടും. എന്നിട്ട് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് സാലഡ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് വെള്ളുള്ളി ചെറിയ സ്ക്വയറായിട്ട് കട്ട് ചെയ്തതും ക്യാരറ്റ് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കണം. ഇതിന് ശേഷം കക്കരിക്കയല്ല എടുത്തത്, കിയാറാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തോല് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മുളക് ചേർക്കാം, അതുപോലെ പൈനാപ്പിൾ ചേർക്കാം. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു സാലഡ്. പിന്നെ ആവശ്യത്തിനുള്ള തൈര് ഒഴിക്കുക, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്താൽ സംഭവം റെഡി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ക്ലീനിങ്ങിലോട്ട് ഇറങ്ങിയിട്ടോ ഞാൻ. അപ്പോൾ ആദ്യം സിറ്റ് ഔട്ടിൽ പോയിട്ട് അവിടുത്തെ റാക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ ഒക്കെ അടിച്ചു വാരി വൃത്തിയാക്കി. എന്നും ക്ലീൻ ചെയ്താലും കുട്ടികളുള്ള വീട്ടിൽ എന്നും ക്ലീൻ ചെയ്യാൻ മാത്രം സംഭവങ്ങളുണ്ടാവും. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തുടക്കലും കൂടെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിലോട്ട് വരുന്നത് കേട്ടോ. പിന്നെ രണ്ടാമത് അടുക്കളയിലോട്ട് വരുന്നത് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു. ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് കമ്പിച്ചണ്ടി സോപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ. ക്ലീനിങ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ കിച്ചണിലോട്ട് വന്നത്. അപ്പോൾ എന്നിട്ട് പപ്പടമൊക്കെ പൊരിച്ച് വെച്ചു.
അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാണ്ടിരിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. അതുവരെ ബൈ.